ഗൈസ് നമ്മൾ പെട്ടുപിടിക്കാൻ പോവുകയാണ്. മഞ്ഞിലൂടെ ഞങ്ങൾ കഷ്ടപ്പെടുകയാണ്. മെയിൽ ജയിച്ചോണ്ടാണ് മെയ് മൂന്ന് പേരിട്ട് ഹോർലിക്സ് എന്റെ അമ്മ ബുച്ചർ പൊളിച്ച് അറിയോ. എന്താ സുഖം. ഒച്ചല്ല ഒച്ചന്റെ കുഞ്ഞ് നാട്ടിൽ നിന്ന് ഇതുപോലെ വരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇത് ആഘോഷത്തിന്റെ ദിവസമായിരുന്നു അല്ലെ. ഗൈസ് നാട്ടിൽ നിന്നുള്ള പെട്ടി എത്തിയിരിക്കുന്നു. പെട്ടി ജയ്മോൻ റോബോട്ട് ഇതൊക്കെയുണ്ട്. നാട്ടിൽ പോയിട്ട് എന്താ പറയാനുള്ളത് പറയൂ. നാട്ടിൽ പോയിട്ട് വളരെ നല്ല അഭിപ്രായം. ഫുഡൊക്കെ കഴിച്ചാ ജയ്മോളെ നീ വണ്ണം വെച്ച് മെയ്മോൾക്ക് എന്താ പറയാനുള്ള മെയ്മോളെ യൂട്യൂബിലെടുത്ത് വാ പോവാ. ചിരിക്കി മെയ്മോളെ ചിരിക്കി മെയ്മോളെ ചിരിക്കി. ഗൈസ് നമ്മൾ ഈ ട്രെയിനിലാണ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോകുന്നത്. ഈ പെട്ടികളൊക്കെ ചുമന്ന് പോകണം, അതാണ് കഷ്ടപ്പാട്. കമോൺ ഗൈസ്, നമുക്ക് പെട്ടികളായി വീട്ടിൽ പോവാം. ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്ലൈറ്റിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്ലൈറ്റില് ഫുഡൊക്കെ സെറ്റ് ആയാ? ഫുഡ് അതായത് നാട്ടിൽ നിന്ന് നല്ല ഫുഡ് കഴിച്ചിട്ടേ പിന്നെ ഫ്ലൈറ്റിലെ ഫുഡ് കഴിക്കുമ്പോ ഒരുമാതിരി അങ്ങോട്ട് പോയപ്പോ സെയിം ഫുഡായിരുന്നു, പക്ഷെ അത് ഓക്കെ ആയിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോ അത്ര പോരായിരുന്നു. പെട്ടികളെല്ലാം കൂടെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി. എടാ ലിഫ്റ്റ് ഇറങ്ങാത്ത താഴത്തേക്ക് അടക്കാനുള്ളത് നമ്മൾ നിക്കിയത് ലിഫ്റ്റിലേക്കാടിരിക്കണം പോട്ടെ. ജയമോളെ എത്ര പെട്ടിയുണ്ട്? എന്തൊക്കെയുണ്ട് തന്നെ? 7 പെട്ടിയുണ്ട്. എന്തൊക്കെയുണ്ട് തിന്നാൻ? എന്തൊക്കെയുണ്ട് തിന്നാൻ? പലഹാരം ഉണ്ട്, ഒരു ഇച്ചിരി ബീഫ് ഉണ്ട്. ഒരു സാധനം കൊണ്ടില്ല. ഇറക്കണം. എന്തൊക്കെയാണ് ഈ പെട്ടിക്കല്ല വെയിറ്റുണ്ടല്ലോ. ഏത് പെട്ടിയാണ്? മെയ്മോൾ എയർപോർട്ടാ. എന്താണ് റോബോട്ടാ? ഗൈസ് മഞ്ഞിലൂടെ ഞങ്ങൾ കഷ്ടപ്പെടുകയാണ്. ഗൈസ് ബ്രിസ്റ്റോ പവറോട്ടെ പോ. ഐസോണ്ടോ? ഐസോ നല്ല പാടുന്നു. ഞങ്ങളങ്ങനെ റൂമെത്തി. ഈ പുറത്താട്ടിൽ ജീവിക്കാൻ ആൾക്കാരുടെ ഗതികേടുണ്ടാക്കി. ഇതൊക്കെയാണ് നാട്ടിൽ വരുമ്പോഴുള്ള കഷ്ടപ്പാട്. എന്ത് സുഖമാണ് ഇവിടെ. ക്രിസ്റ്റോ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നല്ല സുഖമല്ലേ? മഞ്ഞും കൂടി ആയതുകൊണ്ട് അടിപൊളി. അതെ, ഈ മഞ്ഞത്തിൽ പെട്ടിയൊക്കെ വെച്ചിട്ട് വന്നു. ഗൈസ് നമ്മൾ പെട്ടി പിടിക്കാൻ പോവുകയാണ്. ജയ്മോൾ റോബോട്ടിന്റെ പെട്ടി നമ്മൾ ചെയ്യുന്നത്. എന്തൊക്കെയുണ്ട് ഇതിനകത്ത്? പൊട്ടിക്ക് എത്ര കൊടുത്ത്? 1000. ഡബിൾ റാപ്പ് എന്ന് പറഞ്ഞാൽ 1000 കൊടുത്താക്കണം. അത് പിന്നെ അങ്ങനെയാണ്. സിംഗിളിന് 500 ആണല്ലോ, ഡബിളിന് 1000 ആണല്ലോ. ഈ റാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലായിരിക്കും പറഞ്ഞ ആവശ്യമൊന്നും ഇല്ല. പിന്നെ പെട്ടി വെറുതെ എടുത്ത് എറിയുമ്പം നശിക്കണ്ടെന്ന് വിചാരിച്ച് ചെയ്തേ ഉള്ളൂ. രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചു. അതെ, അവര് രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചു. അതാണ് സ്നേഹം. അല്ലാണ്ട് നിങ്ങൾ പറ്റിക്കപ്പെട്ടല്ല. ഞങ്ങളങ്ങനെ പറ്റിക്കപ്പെടുവോ? പൊട്ടിക്ക് കാണട്ടെ. ഇതാണ് പോലെ സാധനം. എയർപോർട്ടിൽ നിന്നാണ് ഞാൻ വായിച്ചത്. മെയ്മോൾ എയർപോർട്ടിൽ നിന്ന്. അഷ്കറെ കാര്യമായിട്ട് പറഞ്ഞാ ഇവള് മെയിൽ ജയിച്ചോണ്ടാണ് മെയ് മൂന്ന് പേരിട്ട്. എത്ര കിലോ ഉണ്ട്? എത്ര കിലോ ഓടിയത്? ഇത് 4 കിലോ എന്തോ ഉണ്ട്. നൂഡിൽസ്, കുരുമുളക്, മസാലപ്പൊടി കൊണ്ടുവന്നില്ലേ? ഇമ്മാനുവലിന്റെ മുടി വളരാൻ വേണ്ടി ഇതിന്റെ അകത്ത് എന്ത് മുടി വളരാണോ നിനക്ക്? ആവിഷ്കാരുടെ സാധനം നല്ല റിവ്യൂ ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട്? ബീഫ് കറക്റ്റ് വെട്ടി ഞാൻ പൊട്ടിച്ചത്. ചൂടാക്ക് ഇന്നേക്കൊരു പൊടി സവോള ഇട്ട്. ഇത് മറ്റേ മരുന്നാണ്, അതായിട്ട് പോകണം. ശീതളേച്ചിയുടെ അതെടുക്കരുത്. ഇതൊക്കെ അച്ചാറുകളാണ്. മീനച്ചാറുണ്ടോ? മീനച്ചാറുണ്ട്, പക്ഷെ ഏതാന്നറിയോ? ഏതാന്നറിയില്ല. ഏതാണ് ഇത്? ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. കണവച്ചാറാണ്. അജിക്ക് വേറെ അച്ചാറ്. അജിക്ക് ഉപ്പിടാത്തത്. ഷുഗർ പ്രശ്നമുണ്ട്. എടാ ഏതാണ് നിങ്ങൾ വീട്ടിൽ നിന്നുള്ള അച്ചാറ്? പേരുള്ളത് ഓ കവർ മേടിച്ചാ? ഭാഗ്യം.
ഇവന്റെ മറ്റേ കവർ നോക്കട്ടെ ആ കവർ പറ്റില്ല. ഹോർലിക്സ് എന്റെ അമ്മ പിക്ചർ പൊളിച്ച് ജയമോളി മുത്താണ് പുട്ടുപൊടി ഇതിന്റെ കാണിക്കാൻ കൊള്ളില്ല വീഡിയോ. കവർ മാറ്റിയൊക്കെ നോക്കി ഈ കവർ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്ത രീതിയിൽ മോശമാണ് പുതിയ കവർ ഇട്ടിട്ടുള്ളത് ജയമോളെ മിച്ചർ പൊട്ടിക്കട്ടെ ശർക്കരല്ലേ ഇല്ല ഞങ്ങളാണ് അധികം ഇത് കഴിക്കാറില്ല ഓണത്തിന് മാത്രമേ കഴിക്കാറുള്ളൂ അഷ്കറ ശർക്കര എന്താന്ന് അവർക്ക് അറിയാൻ പാടുള്ളൂ ഗരം മസാല ഗരം മസാലയോ ഗരം മസാല ഉണ്ടോ ഗരം മസാല ഒന്നും ഇല്ലാത്തത് ഞാൻ പറഞ്ഞില്ലേടി ഇവിടെ തീർന്നു. ഇമ്മാനുവലിന് ഗരം മസാല കറി ഉണ്ടാക്കണം അവർക്ക് അറിയാൻ പാടില്ല എടാ പൊടിയോ മല്ലിപ്പൊടി ഇവിടെ കുറെ ഉണ്ട്. ഗരം മസാല ഇല്ലാത്ത കത്തൂത്തി കയറോ. അതെ വരുന്ന കുണ്ടി കത്തൂത്തി കയറും. ഇവിടെ പോണ്ട് വരും മറ്റേ ഹോസ്പിറ്റലില് കവറ്. പൊളിച്ചു നാട്ടിൽ വെച്ചത് അയിത്തെ നാട്ടിൽ വെച്ചത് കഴിച്ചു നോക്ക് പകുതി താറേ പോയി. അത് ഇമ്മാനിൽ വറക്കും എനിക്ക് മിച്ചർ ഇഷ്ടമല്ല. കുറച്ചൊരു തിന്നാൻ പറ്റത്തിന് അതേ ഉള്ളൂടാ സ്ഥലം വേണ്ട എന്തെങ്കിലും കൊണ്ടുവരാൻ അടുത്ത പെട്ടി പൊട്ടിക്കൂ തുറക്കൂ നിങ്ങളുടെ അച്ചാറ് ഇതാണ് ഉപ്പുമാവ് ഉണ്ടാക്കാം ഉപ്പുമാവ് ഉണ്ടാക്കാൻ റവ നിന്റെ അറിയോ ഇതെല്ലാം കുട്ടിയാ എന്തുകൊണ്ട് രസായിട്ടാ കൂടുതല് പിന്നെ അതൊന്നും വേണ്ട മിച്ചറായിരുന്നു നല്ലത് ഒറ്റയ്ക്ക് തിന്നാനാണോ എടി ഈ സാധനമൊക്കെ മാറ്റിയിട്ട് ചടക്കോട്ട് എടുത്താൽ മതിയായിരുന്നു അത് അവലോസം ഉണ്ടെങ്കിലും ഔലോസൊക്കെ മാറ്റിയതല്ല ഗുഡ് ബിസ്ക്കറ്റ് ഇത് മാത്രമല്ല മിച്ചറാണോ അസ്ലമിന്റെ പെർഫ്യൂം നമ്മ പൊട്ടിക്കാൻ പോകുന്നത് അജിത്തിന് ഇട്ടാക്കണ അച്ചാറാണ് ഇതിനകത്ത് എന്താണ് മധുരമില്ലേ ഉപ്പുണ്ടോ എന്താ സംഭവം എനിക്കറിയില്ല. അജിത്തിന് വേണ്ടി ഒരു അച്ചാറ് രഞ്ജുവിന് വേണ്ടി ഒരു അച്ചാറ് അതെ അജിക്ക് വേണ്ടി വേറെ അച്ചാറ് പല പല അച്ചാറുകൾ നമ്മ പൊട്ടിക്കാൻ പോകുന്നത് ഓർഡർ ചെയ്തു ചെറുതിനാൻ പോവുകയാണ് വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ചേട്ടനാ എല്ലാ വർഷവും ചേട്ടൻ നാട്ടിൽ പോണതല്ലേ ഞാനാ 2 വർഷം പറയാൻ പോയിട്ട് ദേ, ഞാൻ ഇന്നലെ വന്നുള്ളു. കഴിക്കാൻ പോണു guys, കഴിക്കാൻ പോണു നമുക്ക് അടുത്ത മാസത്തിൽ പോവാം. ഹായ് ഹായ് എന്താ സുഖം മറ്റേ ഈ അച്ചാറും കൂട്ടി ചോക്കി ഇത് ചെമ്മീൻ അച്ചാറാണ് കൊണ്ട് എണ്ണയൊക്കെ കട്ട് ചെയ്ത് പോയി. ഇതാണ് ചെമ്മീൻ അച്ചാർ ഇതേതാ അച്ചാറ് ഇത് ചങ്ക് ഇതാണ് ചങ്ക് എടുക്ക് സാറോടുക്ക് ഇത് നമ്മട്ടില്ല മറ്റേ ശങ്കല്ലേ ശങ്ക് ശങ്ക് തന്നെ നോക്കട്ടെ നാട്ടിലെ ശങ്കിന്റെ അച്ചാറാണത് ഒരുമാതിരി തീ സാധനം കേട്ടോ ശങ്ക്. ചൂടാക്കണോ ചൂടാക്കി ഇത് യൂസ് ചെയ്യാൻ നേരം ചൂടാക്കുന്ന നല്ലത്. എടാ ഇമ്മാരെ മടിയാണെങ്കിൽ അത് പറഞ്ഞാ പോലെ എനിക്ക് അല്ല ഇതിപ്പോ ചൂടാക്കേണ്ട ആവശ്യമില്ല. ടേസ്റ്റ് ഉണ്ടാ യൂസ് ചെയ്യാൻ നേരം ചൂടാക്കുന്നത് നല്ലത്. ചങ്കിനൊരു ചവപ്പ് കാണുമല്ലോ. ആ ഇത് കറക്റ്റാണ് ഏറ്റവും കറിയാണ് ഇതിന് നല്ലത്. കൊള്ളാം. ഞാൻ കഴിക്കാൻ പോണ കേസ് എങ്ങനെയുണ്ട് നോക്കട്ടെ നാട്ടിലെ ശങ്കല്ലേ നാട്ടില ശങ്കാണത്. ആണ് ശങ്ക് പിന്നെ നീളത്തിലെ ശങ്കല്ല ആ ഇത്ര ഉള്ള ഊതുന്നല്ല ഇത്ര വലിയ ഒച്ച കണക്ക് ഇരിക്കത്തില്ല കണക്കിരിക്കുന്ന ശങ്ക് വേറെ ഉണ്ട്. ഇത്ര കാണും അത് ഇത്രേ ഉള്ളു എല്ലാം ചൂടാക്കുന്ന നല്ല ടേസ്റ്റ് ആണ് നല്ല കാശ് സാധനം കിട്ടിക്കാനാണ്. നല്ല കാശാണ് ഇത്രയും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് രഞ്ജുവിന്റെ കുട്ടിന്ന് അടിപൊളി മേമോളെ അത് കഴിച്ചു നോക്ക് മറ്റേ ഒച്ചില്ലേ പുഴു കണക്കിന് സാധനമാ. മഴ പെയ്യുമ്പോ വരും അതാത് കടലിലൊച്ച് അത് ചുമ്മാതെ പറഞ്ഞ കൊഞ്ചാ അത് മേമോളെ കൊഞ്ച് ഇവിടെ കഴിക്കടാ ഒറ്റടി കണ്ണടിച്ച് ഒറ്റടി അതെ തന്നെ സാധനം ചവക്ക് വിഴുങ്ങാൻ പറ്റത്തില്ല. ചവക്ക് അല്ല ഒച്ചല്ല ഒച്ചന്റെ കുഞ്ഞ് ആ ഒച്ചല്ലടി ഞാനതിന്റെ ഫോട്ടോ സൈഡിൽ കൊടുക്കാം ആ
അടുത്ത അച്ചാർ വേണം ഒരു ടിഷ്യൂ ഇല്ല. മീനാണോ? ഇന്ന് ഞാൻ പൊളിക്കും ഞാൻ. നാട്ടിൽ നിന്ന് ഇതുപോലെ വരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇത് ആഘോഷത്തിന്റെ ദിവസമായിരിക്കും അല്ലേ? മീനച്ചാറ് പൊളിച്ച് ഞാൻ ഓരോ ഐഡിയ കൊടുക്കുമ്പോഴത്തേക്ക് അത് കുത്തി മീനച്ചാറ് വെച്ച് നോക്കാം. കാണിച്ചു തരാം. മീനച്ചാറ് വെച്ച് നോക്കാൻ പണിയുന്നു. മനസ്സിലായോ? ശരി, എരിയുണ്ടല്ലേ ഇച്ചിരി? മീനച്ചാറ് വെച്ചോ. ഇത് കേരന്നു 15 മിനിറ്റുള്ള വായിലിട്ട് കഴിക്കത്. കഴിച്ചിട്ട് മുറിയുന്നില്ല. എടേ ഇറക്കത് നീ എന്നാ ആ പറ്റില്ല. വിഴുങ്ങ്. ശങ്കിന്റെ ഫോട്ടോ പോലും ഇല്ല. നാളെ മെയ്മുള്ള നാളെ ശംഖ് പോലെ കിടന്ന കഴിയും. ഇത് കഴിച്ചാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ശംഖ് പോലെ കഴിയും. എന്താണ് നാട്ടിലെ ബീഫും ഇവിടുത്തെ ബീഫും ഭയങ്കര ടേസ്റ്റ് വ്യത്യാസം? പറ. നാട്ടിലെ ബീഫ് ആയതുകൊണ്ട്. പറ എന്തുകൊണ്ടാണ് ഇമ്മല്ലേ? നാട്ടിലെ പറമ്പുകളിൽ ചേക്കേറി നടന്ന് തിന്നുന്ന പുല്ലിന്റെയാ. അതാ അപ്പൊ ഇവിടുന്ന് പുല്ലില്ലേ? കെട്ടിയിട്ട് വളർത്തുന്നല്ലേ. നാട്ടിൽ അങ്ങനല്ലല്ലോ. അല്ല ഇവിടെ കഴിച്ചിട്ട് വളർത്തണം. ഇവിടെ അഴിച്ചിട്ട് വളർത്തുന്ന ഒരു സ്ഥലത്ത് മാത്രം, എല്ലായിടത്തും കൊണ്ടൊന്നും പോത്തില്ല ഇവിടെ. നീ ആ ട്രെയിനിലിരിക്കുമ്പോ കാണില്ല. എടാ അതാ ഒന്നെങ്കിൽ അവരുടെ ഫാം ആയിരിക്കും. ഇവിടെ ചിക്കൻ ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണല്ലോ. എന്തോ കൂട്ടില് ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കുമല്ലോ. നാട്ടിലാണെങ്കിൽ പല പല എടുത്തൊന്നും പോത്തൊന്നും ഇല്ലല്ലോ. നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. പുറത്ത് അഴിച്ചിട്ട് വളർത്തിയ കോഴിയുടെ മുട്ട. ഈ അഴിച്ചിട്ട് വളർത്തുന്ന തന്നെ ഇപ്പൊ ചിന്തിച്ചു നോക്ക്. എന്റെ പറമ്പില് വല്ലോന്റെയും പശു ഇവിടെ വരത്തില്ലല്ലോ. ഇവിടെ ആരാണ് പശു വളർത്തിയേക്കണ വീട്ടിൽ ഒന്ന് പറഞ്ഞു? എടോ അത് ഉള്ളത് അവന്റെ തന്നെ പറമ്പിലെ സാധനങ്ങളായിരിക്കുമല്ലോ. ആ പശു വളർത്തണ്ട. ഗൈസ് അരവിന്ദിന്റെ ഫോട്ടോ അപ്പുറം കൊടുക്കാം. മറ്റേ ബുച്ചർ സിസ്റ്റം അങ്ങനെ ഉണ്ടായിരിക്കും. നാട്ടിൽ കൊല്ലണ രീതിയും ഇവിടെ കൊല്ലണ രീതിയും ഭയങ്കര വ്യത്യാസമുണ്ട്. ശരിക്കും പോത്തിനെ വളർത്തണ്ട. അല്ല ഇവിടെ പോത്തുണ്ട്. ഇവിടെ പോത്തുണ്ട്. തുർക്കി ഷോപ്പിൽ ഞാൻ പറഞ്ഞില്ല. ആ ടൂർ ഷോപ്പിൽ മൊത്തം പോത്താണ്. നമ്മ മേടിക്കണ പോത്താണ്. ആ പശുവിന് മഞ്ഞ നെയ്യായിരിക്കും, പോത്തിന്റെ വൈറ്റ് നെയ്യ്. നമ്മ കിട്ടണ വെള്ളം നെയ്യാണ് ഇവിടെ. ഗൈസ് അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഞങ്ങൾ ഈ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തിന്നിരിക്കട്ടെ. അപ്പൊ അടുത്തൊരു കാണുന്നേ ചൂസ്.